ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബൈനറി അഡീഷൻ നടത്താം. അപ്പോൾ അതിനകത്ത് 4 കേസസ് ആണ്. എയും ബിയും പോസിറ്റീവ് ആകാം, പോസിറ്റീവ് നെഗറ്റീവ് ആകാം, നെഗറ്റീവ് നമ്പർ ഗ്രേറ്റർ ആകാം, നെഗറ്റീവ് പോസിറ്റീവ് ആകാം, ഇതിൽ പോസിറ്റീവ് നമ്പർ ഗ്രേറ്റർ ആകാം, നെഗറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഈ ഒന്നാമത്തെ കേസിൽ ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ വൺസ് കോംപ്ലിമെൻറ്റിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് ടൂസ് കോംപ്ലിമെൻറ്റിന് യൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കേസ് നെഗറ്റീവ് നമ്പർ ഗ്രേറ്റർ ആണെങ്കിൽ, എക്സാമ്പിൾ +17ഉം -18. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, രണ്ടിൻ്റെയും ബൈനറി ഈക്വലൻ്റ് കണ്ടുവച്ചു. ബൈനറി ഈക്വലൻ്റ് ഓഫ് 18 എന്ന് പറയുന്നത് 100102 ആണ്, ബേസ് 2 ആണത്. 17ൻ്റെത് 100001 ബേസ് 2. അപ്പോൾ അത് കിട്ടി. ഇനി നമ്മൾ നെഗറ്റീവ് നമ്പർ 18 ആണല്ലോ, അപ്പോൾ 18ൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണാം. അപ്പോൾ ഫസ്റ്റ് വൺസ് കോംപ്ലിമെൻറ്റ് കാണാം. നോക്കിക്കേ, വൺസ് കോംപ്ലിമെൻറ്റ് കാണുമ്പോൾ നമ്മളിവിടെ നെഗറ്റീവ് റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല. നെഗറ്റീവ് അവസാനം ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ട ശേഷമാണ് സൈൻ ബിറ്റ് എഴുതത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ആദ്യം കാണാം. വൺസ് കോംപ്ലിമെൻറ്റ് എന്തൊരു 0 1 1 0 1 അല്ലേ. ഇതിനെ നേരെ റിവേഴ്സ് ചെയ്തു. 0ക്ക് 1ന് പകരം 0 വന്നു, 0 0ക്ക് പകരം 1 1 വന്നു, പിന്നെ 0 1. ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണും. ടൂസ് കോംപ്ലിമെൻറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് 18 കിട്ടുവാണ്. ഇതെന്ത് കിട്ടും, 10 വരുമോ, 1 1 ആഡ് ചെയ്ത് 10ന് വരെ ഇവിടെ 1 1 1 0. അപ്പോൾ നമുക്ക് 18ൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കിട്ടി. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് -18 നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും ടൂസ് കോംപ്ലിമെൻറ്റ് മോഡലിൽ. അപ്പോൾ നമുക്കത് മൈനസ് ആകുമ്പോൾ 1 ആണ് സൈൻ ബിറ്റ്. 1 0 1 1 1 0. നമ്മൾ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടു, അതിന് ശേഷം നെഗറ്റീവ് സൈൻ ബിറ്റ് കാണിച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ നെഗറ്റീവ് നമ്പറിൻ്റെ മാത്രമാണ് നമുക്ക് സൈൻ ബിറ്റും ടൂസ് കോംപ്ലിമെൻറ്റും കാണേണ്ട ആവശ്യമുള്ളൂ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ 17നെയും 18നെയും ഇപ്പോൾ ഇനി ആഡ് ചെയ്യണം. അപ്പോൾ +17 -18 ആണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആൻസർ അറിയാം, അതെന്തായാലും -1 വരും. +17 എങ്ങനെ നമുക്ക് എഴുതാം, സൈൻ ബിറ്റ് 0 ആണ്. പിന്നെ ബാക്കി വരുന്നത് നോക്കിക്കേ, 1ഉം 3 zeros 1ഉം 1 0 0 0 1. അപ്പോൾ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഈക്വൽ ആണ്, അപ്പോൾ വേറെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി -18 എങ്ങനെ എഴുതാം, 1 0 1 1 1 0. ഇത് 1 ആണ്, 1 1 1 1 1. ഇതാണ് നമ്മൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ നെഗറ്റീവ് ഇവിടെ സൈൻ ബിറ്റ് കാണിക്കുന്നത് നെഗറ്റീവാണ്, 1 ആണ്. സോ നമ്പർ ആൻസർ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ നമ്മുടെ നെഗറ്റീവ് നമ്പർ -18 നെഗറ്റീവ് നമ്പർ ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് കിട്ടിയ റിസൾട്ടിനകത്തുള്ള സൈൻ ബിറ്റിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, നമ്മളതിനെ റീകോംപ്ലിമെൻറ്റ് ചെയ്യണം. റീകോംപ്ലിമെൻറ്റ് വൺസ് കോംപ്ലിമെൻ്റ് അല്ല ചെയ്യേണ്ടത്, നമ്മുടെ കിട്ടിയ റിസൾട്ടിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണണം. അപ്പോൾ ടൂസ് കോംപ്ലിമെൻറ്റ് നമ്മൾ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണാം. റിസൾട്ട് എടുത്തിട്ട് റിസൾട്ടിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ്, ഇത്രയും പോർഷൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ 0 0 0 0 0. ടൂസ് കോംപ്ലിമെൻ്റ് ആകുമ്പോൾ അതിൻ്റെ 1 കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ 1 0 0 0 0. ഇനി ഇതിൻ്റെ സൈൻ ബിറ്റ് ഏതാണ്, 1 ആണ്. സോ ദ ആൻസർ ഇസ് -0 0 0 0 1. ആൻസർ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇത് നമുക്ക് -1 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതെന്തായിരുന്നു കേസ്, നെഗറ്റീവ് നമ്പർ ഗ്രേറ്റർ ആണെങ്കിൽ, രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പർ ഗ്രേറ്റർ ആണെങ്കിൽ നെഗറ്റീവ് നമ്പറിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ട് അതിന് ശേഷം ബൈനറിയായി ഫസ്റ്റ് നമ്പറുമായി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുന്ന സമയത്ത് സൈൻ ബിറ്റ് നമുക്ക് നെഗറ്റീവാണ് കിട്ടുക. നമുക്ക് കിട്ടിയ റിസൾട്ടിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് ഒന്നാമത്തത്. ഒന്നാമത്തെ ഇൻ ദ സെൻസ് നമ്മുടെ കാണിച്ചിരിക്കുന്ന നെഗറ്റീവ് വരുന്നൊരു കേസ്, നെഗറ്റീവ് നമ്പർ ഗ്രേറ്റർ ആയിട്ട് വരുന്നൊരു കേസാണ് ഇത് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്ന മൂന്നാമത്തെ കേസാണ് പോസിറ്റീവ് നമ്പർ ഗ്രേറ്റർ ആണെങ്കിലൊരു കേസാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ തിരിച്ച് ചെയ്ത് നോക്കാം. -17ഉം +18ഉം എഴുതി. അപ്പോൾ -17ഉം +18 ആകുമ്പോൾ നമ്മുടെ ഇവിടെ പോസിറ്റീവ് നമ്പറാണ് ഗ്രേറ്റർ ആയിട്ട് വരുന്നത്, മൂന്നാമത്തെ കേസ്. അപ്പോൾ നമുക്കിതിൻ്റെ ബൈനറി ഇക്വലൻ്റ് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ നമ്പർ തന്നെ എഴുതിയത്. അപ്പോൾ ഇതെന്ത് വരും, 1 0 0 0 1. ഇതാണ് 17ൻ്റെ ബേസ് 10 ആയിട്ടുള്ള ബേസ് 2 ആയിട്ടുള്ള നമ്പർ. 18ൻ്റെത് എന്ത് വരും, 18ൻ്റെത് 1 0 0 1 0 ബേസ് 2 വരും. അപ്പോൾ ഇതിനെ നമുക്ക് നെഗറ്റീവായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം.
അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 17ൻ്റെ 2's കോംപ്ലിമെൻറ്റ് കാണണം. അപ്പോൾ ഈ കേസിനകത്തുള്ള റൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 17ൻ്റെ 2's കോംപ്ലിമെൻറ്റ് കാണാം. നമുക്ക് 17ൻ്റെ 1's കോംപ്ലിമെൻറ്റ് എന്ത് വരും, 0 1 1 1 0 വന്ന്. 2's കോംപ്ലിമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ +1 ആഡ് ചെയ്ത് കഴിയുമ്പോൾ 0 1 1 1 1 കിട്ടി അല്ലേ. 2's കോംപ്ലിമെൻ്റ് കണ്ടതിന് ശേഷം വേണം സൈൻ ബിറ്റ് കാണിക്കുക. അപ്പോൾ സൈൻ ബിറ്റ് കാണിക്കേണ്ട 1 0 1 1 1 1. അപ്പോൾ ഇതാണ് നമ്മുടെ -17 ഇക്വലൻറ്റ്. +18 ഉണ്ട്. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്യാം. അപ്പോൾ +18 -17 ശരിക്കും നമുക്ക് ആൻസർ കിട്ടേണ്ടത് എന്താണ്, +1 കിട്ടണം. അപ്പോൾ ആദ്യം നമ്മൾ +18 ആഡ് ചെയ്യുവാണ്. 1 0 0 1 0. ഇതിൻ്റെ സൈൻ ബിറ്റ് എന്താണ്, 0 ആണ്. ഇനി -17ൻ്റെത് 1ഉം 17ൻ്റെ 2's കോംപ്ലിമെൻറ്റും 0 1 1 1 1. ഓക്കെ, ഇനി ഇത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 0 0 0 0. ഇവിടെ 1 വരും. ഇവിടെ നമുക്ക് 1 0 1. അപ്പോൾ ഇതിനകത്ത് ഈ എൻഡ് അറൗണ്ട് ക്യാരിയെ നമ്മൾ എന്ത് ചെയ്യണം, നെഗ്ലക്റ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ സൈൻ ബിറ്റ്. അപ്പോൾ നമ്മുടെ സൈൻ ബിറ്റ് 0 ആണ്. അപ്പോൾ പോസിറ്റീവാണ് നമ്മുടെ റിസൾട്ട്. ഈ എൻഡ് അറൗണ്ട് ക്യാരിയർ നെഗ്ലക്റ്റ് ചെയ്ത് ഇതാണ് ഇവിടെ നമ്മൾ റിസൾട്ട് കിട്ടുന്നതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് ചെയ്യേണ്ട. അപ്പോൾ നേരത്തെ കേസിൽ മാത്രമാണ് നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്ന കേസിൽ 2's കോംപ്ലിമെൻറ്റ് ചെയ്യേണ്ടു. ഇവിടെ നമ്മൾ 2's കോംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ കിട്ടുന്ന റിസൾട്ട് 0 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. 0 0 0 0 1. ആൻസർ ഇസ് +1. ഇത് 1 ആണല്ലോ, ഇത് 1 ആണ്. സോ +1 ആണ് നമ്മുടെ ആൻസർ വരിക. ഇനി നമുക്ക് നാലാമത്തെ കേസ് നോക്കാം. നാലാമത്തെ കേസ് എന്താണ്, എ എന്ന് പറയുന്ന നമ്പറും ബി എന്ന് പറയുന്ന രണ്ടും നമ്പർ എന്താണ്, നെഗറ്റീവാണ്. ഒരു എക്സാമ്പിളായിട്ട് -8ഉം -9ഉം എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ഫസ്റ്റ് ചെയ്യണം, -8 ആൻസർ എത്ര വരും, -8 + -9 എന്ന് പറയുമ്പോൾ -17 നമുക്ക് ആൻസർ കിട്ടണം. നമുക്ക് കിട്ടുമോ നോക്കാം. അപ്പോൾ രണ്ട് നെഗറ്റീവ് നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിനെയും 2's കോംപ്ലിമെൻ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ 8ൻ്റെ ബൈനറി ഇക്വലൻ്റ് എന്ത് വരും, 4 0 2 2 0 2 1 0. സോ 8ൻ്റെ ബൈനറി ഇക്വലൻ്റ് എന്ന് പറയുന്നത് 1 0 0 0. ഇനി അതേപോലെ 9ൻ്റെ ബൈനറി ഇക്വലൻ്റ് 2 വെച്ചിട്ട് കഴിയുമ്പോൾ 1 2 0 2 2 0 1 അല്ലേ, കറക്റ്റ് അല്ലേ? ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നില്ലേ, 4 2 0 വരും. ഇവിടെ 2 വരുമ്പോൾ ഇവിടെ 1 അല്ലേ വരേണ്ടത്, ഇവിടെ 1 വരും, ഇവിടെ 0 വരും. അപ്പോൾ ഈ രണ്ട് പാർട്ട് നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ 9ൻ്റെ ബൈനറി ഇക്വലൻ്റ് എന്ന് പറയുന്നത് 1 0 0 1 0 0 1. ഇത് 1 0 0, ഇത് 8 1 8. ഓക്കെ, നമുക്ക് രണ്ടിൻ്റെയും ബൈനറി ഇക്വലൻ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. സോ 8/10ൻ്റെ 1's കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് വരിക, 1's കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ 0 1 1 1 വരും. 2's കോംപ്ലിമെൻ്റ് ആകുമ്പോഴോ 1 0 0 0. അപ്പോൾ ഇതാണ് 8ൻ്റെ 2's കോംപ്ലിമെൻറ്റ് സെയിം 1 0 0 തന്നെ വരുന്നത്. ഇതിൻ്റെ സൈൻ ബിറ്റും കൂടി വരുമ്പോൾ 1 1 0 0 0. ഇതാണ് -8ൻ്റെ റെപ്രസെൻറ്റേഷൻ. സിമിലർലി -9ൻ്റെ എന്ത് വരും, അതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും, 0 1 1 0. 2's കോംപ്ലിമെൻറ്റ് എന്ത് വരും, അതിലൂടെ 1ഉം കൂടി ആഡ് ചെയ്യണം. സോ 1 1 1 0. 2's കോംപ്ലിമെൻറ്റ് കിട്ടി. അപ്പോൾ അതിൻ്റെ -9ൻ്റെ സൈൻ ബിറ്റോട് കൂടി കൊടുക്കുവാണെങ്കിൽ എന്ത് കിട്ടും, 1 0 1 1 1. അപ്പോൾ ഇതാണ് നമുക്ക് രണ്ട് നമ്പർ കിട്ടിയിരിക്കുന്നത് 2's കോംപ്ലിമെൻറ്റ് ഫോമിൽ. ഇനി എന്ത് ചെയ്യണം, രണ്ടും നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ സൈൻ ബിറ്റ് എഴുതി -8 എഴുതുമ്പോൾ 1 0 0 0. ഇനി അടുത്തത് സൈൻ ബിറ്റ് -9ൻ്റെത് 0 1 1 1. നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്യാം. 1 1 1 1 വരുമ്പോൾ 0യും വരും, പിന്നെ 1ഉം വരും. അപ്പോൾ ശരിക്കും ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവാണ്. അപ്പം അറിയില്ലേ, രണ്ട് നെഗറ്റീവ് നമ്പറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം, സൈൻ ബിറ്റ് മാറ്റി വെച്ചിട്ട് ഇതിനെ റീകോംപ്ലിമെൻറ്റ് ചെയ്യണം.
റീകോംപ്ലിമെൻറ്റ് എന്നുവെച്ചാൽ ടൂസ് കോംപ്ലിമെൻറ്റ് കാണാം. ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എന്ത് വരും? 0. വൺസ് കോംപ്ലിമെൻറ്റ് ഫസ്റ്റ് റിസൾട്ടിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണാം. അപ്പോൾ റിസൾട്ടിൻ്റെ ഫസ്റ്റ് വൺസ് കോംപ്ലിമെൻറ്റ് കാണുവാണ്. 0 0 0 0 1 വന്നു. ഇത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ സൈൻ ബിറ്റാണ്. ഇതിൻ്റെ കൂടെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണുമ്പോൾ 1 0 0 0 1 വന്ന് നെഗറ്റീവാണ് വരും ആൻസർ. സോ നെഗറ്റീവ് മൈനസ് ഇതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് എന്ത് വരും? ഇത് 1 ആണ്. 2 4 8 16 ആണ്. അപ്പോൾ ഇതൊക്കെ 0 ആണ്. 1 + 16 എന്ന് പറയുമ്പോൾ 17. സോ ആൻസർ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? -8 + -9 എന്ന് പറയുന്ന -17 കിട്ടി. ഇങ്ങനെയാണ് രണ്ട് നെഗറ്റീവ് ആണെങ്കിലുള്ള ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു? ഒന്നാമത്തെ കേസ് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ വൺസ് കോംപ്ലിമെൻറ്റും ടൂസ് കോംപ്ലിമെൻറ്റും ഒരു ഡിഫറൻസും ഇല്ല, നേരെ ആഡ് ചെയ്താൽ മതി. ഇനി ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവാണ്. നെഗറ്റീവ് നമ്പറാണ് വലുതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവ് നമ്പർ എപ്പോഴും നെഗറ്റീവ് നമ്പറെയാണ് കോംപ്ലിമെൻറ്റ് ഫോമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടിൻ്റെയും ബൈനറി കണ്ടുപിടിച്ചു. നെഗറ്റീവ് നമ്പറിനെ നമ്മൾ ആദ്യം അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടു, പിന്നെ അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടു. ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടതിന് ശേഷം സൈൻ ബിറ്റ് എഴുതുന്നത്, അതിനുശേഷം ആഡ് ചെയ്യണം പോസിറ്റീവായിട്ട്. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവാണ്. ബിക്കോസ് അവിടെ സൈൻ ക്യാരി എന്താണ്? 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സൈൻ ക്യാരി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നമ്പറിന് ടൂസ് കോംപ്ലിമെൻറ്റ് കാണണം. അപ്പോൾ എപ്പോഴും ആലോചിക്കണം, നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ മനസ്സിലൊന്ന് കണ്ടുപിടിച്ച് വെക്കണം. ഇവിടെ നമ്മുടെ ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റിസൾട്ട് എഴുതേണ്ടത്. അപ്പോൾ രണ്ടും നെഗറ്റീവ്. ഈ മൂന്നാമത്തെ കേസിൽ മാത്രം, മൂന്നാമത്തെ കേസിൽ നോക്കിക്കേ, ഇത് ഗ്രേറ്റർ ആണെങ്കിൽ പോസിറ്റീവാണ് റിസൾട്ട്. അപ്പോൾ ആ കേസിൽ കിട്ടുന്ന റിസൾട്ടിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണണ്ട. ബാക്കി രണ്ടാമത്തെയും നാലാമത്തെയും കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കിട്ടുന്ന റിസൾട്ടിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണണം. റിസൾട്ടിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് ആണ് നമ്മുടെ ആക്ച്വൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ രണ്ടാമത്തെ കേസ് അങ്ങനെ, മൂന്നാമത്തെ കേസിൻ്റെ കേസിൽ -17 + 18. അപ്പോൾ ഇവിടെ നമ്മുടെ കിട്ടേണ്ട റിസൾട്ട് പോസിറ്റീവാണ്. -17 ടൂസ് കോംപ്ലിമെൻ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. 17ൻ്റെയും 18ൻ്റെയും ബൈനറി ഇക്വലൻ്റ് കണ്ടു. 17ൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടു, വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടു, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടു. അതിനുശേഷം സൈൻ ബിറ്റ് എഴുതി. കിട്ടിയ രണ്ട് റിസൾട്ടും കൂടി ആഡ് ചെയ്യുക. 18ഉം 17ഉം കൂടി ആഡ് ചെയ്ത് അവിടെ കിട്ടുന്നതിൻ്റെ റിസൾട്ട് ഇവിടെ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? നമുക്ക് കിട്ടേണ്ടത് പോസിറ്റീവാണ്. അപ്പോൾ അങ്ങനെ പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണണ്ട. നമുക്ക് നേരെ കിട്ടുന്ന റിസൾട്ട് തന്നെ, അതിനകത്ത് എൻഡ് അറൗണ്ട് ക്യാരിയെ നമ്മൾ ഇഗ്നോർ ചെയ്യുക, നമുക്ക് നേരെ റിസൾട്ട് കിട്ടും. അടുത്ത കേസിൽ നാലാമത്തെ കേസിൽ നമ്മൾ രണ്ടും സെയിം നെഗറ്റീവ് ആണെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ -8ഉം -9ഉം ചെയ്യുമ്പോൾ 8ൻ്റെയും 9ൻ്റെയും ബൈനറി ഇക്വലൻ്റ് കണ്ടുപിടിച്ചു. സിൻസ് രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിൻ്റെയും ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. ഒന്നാമത്തേൻ്റെയും ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചു, രണ്ടാമത്തേൻ്റെയും ടൂസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ടൂസ് കോംപ്ലിമെൻറ്റിന് ശേഷം സൈൻ ബിറ്റ് ഇട്ടു, അത് ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഒരു എൻഡ് അറൗണ്ട് ക്യാരി വരും അല്ലേ? 1 1 വരുന്നതുകൊണ്ട് എൻഡ് അറൗണ്ട് ക്യാരി വരും. അപ്പോൾ എൻഡ് അറൗണ്ട് ക്യാരിയെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇഗ്നോർ ചെയ്യുക ശരിക്കും. എന്നിട്ട് കിട്ടിയ റിസൾട്ടിനെ നമ്മൾ റീകോംപ്ലിമെൻറ്റ് ചെയ്യണം. റീകോംപ്ലിമെൻ്റ് അല്ല, ടൂസ് കോംപ്ലിമെൻറ്റ് കാണണം. അപ്പോൾ ഇവിടെ നെഗറ്റീവാണ് റിസൾട്ട് വരും. അപ്പോൾ നമ്മൾ എന്തായാലും ടൂസ് കോംപ്ലിമെൻറ്റ് ചെയ്യണം. ടൂസ് കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവായിരിക്കും ആൻസർ. പക്ഷേ കറക്റ്റായിട്ട് ആ സൈൻ ബിറ്റ് മാറ്റി വെച്ച് എന്നുവെച്ചാൽ നമുക്ക് എൻഡ് അറൗണ്ട് ക്യാരി വന്നിരിക്കുന്ന മാറ്റി വെച്ച് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് 17 കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് 1-2 പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. നമുക്കറിയുന്നത് തന്നെ നമ്പർ വെച്ചിട്ട്, എന്നിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.